19 km/ലിറ്ററാണ് മൈലേജ് പറയുന്നത്. ചേച്ചിക്ക് എത്ര മൈലേജ് കിട്ടുന്നുണ്ട്? ഒരു വലിയ സങ്കടമാണ്, ഒരു നെഗറ്റീവാണ്. ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക്, നിങ്ങൾ എവിടെയാണോ ഈ വിഷ്വല് കാണുന്നത് അതുവഴിയെല്ലാം ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മുടെ ഈ നാട്ടില് ഈ സൺറൂഫ് വെയിലുള്ള സമയത്ത് എടുക്കാൻ പറ്റും. ലേഡീസ് വണ്ടി ഓടിച്ച് കൊണ്ടുപോകുന്ന ഞാൻ കണ്ടിട്ടുള്ളത് പൊതുവെ ഹാഷ് ബാക്ക് വണ്ടികളാണ്, ചെറിയ വണ്ടികളാണ്. ലേഡീസ് പൊതുവെ എല്ലാവരും തന്നെ വലിയ വണ്ടിയിലേക്ക് മാറണമെന്നാണ് ഞാൻ പറയുന്നത്. ഹലോ, വെൽക്കം ബാക്ക് ടു കൃഷ്മച്ചാൻസ് ഓട്ടോ വ്ളോഗ്. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് എല്ലാവരുടെയും പ്രിയപ്പെട്ട ഒരു വണ്ടിയായിട്ടാണ്. അതും മാരുതി സുസുക്കിയുടെ ഒരു വണ്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മലയാളികൾക്ക് മറക്കാൻ പറ്റില്ല അല്ലേ. അങ്ങനെ ഒരു വണ്ടിയുടെ യൂസർ റിവ്യൂ ആണ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത്. അതും സ്പെഷ്യലാണ്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വണ്ടി യൂസ് ചെയ്യുന്ന ഒരു ലേഡിയാണ്. അപ്പോൾ ആ ലേഡിയുടെ ഫീഡ്ബാക്കാണ്. നമ്മുടെ കമൻറ്റ് ബോക്സിൽ പല ആൾക്കാരും കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, ലേഡി ഡ്രിവൺ വണ്ടി ഒന്ന് റിവ്യൂ ചെയ്യാമോ, അതിനെക്കുറിച്ചൊന്ന് അറിയാൻ വേണ്ടിയിട്ടാണെന്ന് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ബേസ് ചെയ്തിട്ടുള്ള വീഡിയോ ആണ്. അപ്പോൾ നമ്മൾ ഇന്ന് റിവ്യൂ ചെയ്യാൻ പോകുന്ന വണ്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാരുതി സുസുക്കിയുടെ ബ്രിസയാണ്. സോ ഏറെ ബഹുമാനത്തോടെ നമ്മൾ ഇതിൻ്റെ ഓണറിനെ നമ്മൾ ക്ഷണിക്കുകയാണ്. വെൽക്കം ചേച്ചി. നമസ്കാരം. നമസ്തേ. വെൽക്കം ടു കൃഷ്മച്ചാൻസ് ഓട്ടോ വ്ളോഗ്. സോ നമ്മുടെ വ്യൂവേഴ്സിനോട് നമ്മൾ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ പോവാണ്. ഈ വണ്ടിയുടെ റിയൽ ഫീഡ്ബാക്ക് ആണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ എവിടെ നിന്നാണ് നമ്മുടെ ഈ ബ്രിസ എടുക്കുന്നത്? എസ്എച്ച് പോപ്പുലർ. എത്ര നാളായിട്ടുണ്ട്? ഒരു വർഷമായി. കഴിഞ്ഞ 2024 ഓഗസ്റ്റ് 1-നാണ് നമ്മൾ എടുക്കുന്നത്. ഏകദേശം ഒരു വർഷം കഴിഞ്ഞാൽ ഈ വണ്ടി അല്ലാതെ നമുക്ക് ഇപ്പം ടാറ്റയുടെ ആണെന്ന് നെക്സോൺ, കിയയുടെ സെൽറ്റോസ്, അങ്ങനത്തെ വണ്ടികളൊക്കെ ഉണ്ടല്ലോ. എന്തുകൊണ്ടാണ് ഈ ബ്രിസയുടെ പുറകെ പോകാൻ കാര്യം? ബ്രിസ നമുക്ക് നേരത്തെ ഉണ്ടായിരുന്നത് ഗ്രാൻഡ് ഐറ്റൺ ആയിരുന്നു. അപ്പം വണ്ടി ചെറിയ വണ്ടിയാണ്, ഹൈറ്റ് കുറവാണ് ആ വണ്ടിക്ക്. അതാണ് കുറച്ച് വർഷങ്ങളായിട്ട് യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം വണ്ടി ഒന്ന് ചേഞ്ച് ചെയ്യണം തോന്നി. അപ്പം ഒരു SUV മോഡലുള്ള ഒരു വണ്ടി എടുക്കണം എന്നുള്ള ആഗ്രഹം ഹസ്ബൻഡിന് വന്നു. അങ്ങനെ ബ്രസയിലേക്ക് ഒരു ഓപ്ഷൻ വെച്ചു. അപ്പം പോപ്പുലറുമായിട്ട് ബന്ധപ്പെട്ടു. അവരന്നേരം വണ്ടി ടെസ്റ്റ് ഡ്രൈവിന് കൊണ്ടുവന്നു. വണ്ടി ഓടിച്ചു കഴിഞ്ഞപ്പം ആ വണ്ടിയോട് പെട്ടെന്നൊരു താല്പര്യം അങ്ങ് വന്നു. അപ്പം ചെറിയ വണ്ടി നമ്മുടെ കയ്യിൽ ഇരുന്നിരുന്ന പെട്ടെന്ന് അതിനോടൊരു ഇഷ്ടം തോന്നി. പിന്നെ വേറൊരു ഓപ്ഷനിലേക്ക് പോയില്ല, ചിന്തിക്കേണ്ട ആവശ്യം വന്നില്ല. ഒരു വർഷം ആയി. എത്ര കിലോമീറ്റർ ആയിട്ടുണ്ട്? ഏകദേശം ഒരു 6000 കിലോമീറ്റർ അടുത്തായിട്ടുണ്ട്. ഓക്കെ. അപ്പോൾ ഞാൻ ചോദിക്കുകയാണ്, ഒരു വർഷമായല്ലോ, അപ്പോൾ എന്തുകൊണ്ടാണ് ഈ 6000 കിലോമീറ്റർ കുറവാണല്ലോ? അത് ഒരു വർഷം കൊണ്ട് 6000 കിലോമീറ്റർ വളരെ കുറവാണ്. പക്ഷെ അത് വണ്ടി യൂസ് ചെയ്യുന്നത് ഞാനാണ് കൂടുതലും. നമുക്കധികം ലോങ് ആവശ്യം വരുന്നത്, എന്തെങ്കിലും ലോങ് പോകേണ്ട ഒരവസരത്തിൽ മാത്രമേ ഉള്ളൂ. ഒരു ട്രിപ്പ് പോവുക അങ്ങനെ വല്ലതുള്ളൂ നമുക്കൊരു ലോങ് ഓട്ടം വരുന്നുള്ളൂ. കൂടുതലും ഒരു 10-20 കിലോമീറ്ററുള്ളിൽ ഈ വണ്ടി കൊണ്ട് ഞാനാണ് നടക്കുന്നത്. അപ്പൊ അതുകൊണ്ടാണ് വണ്ടി അത്രയും കിലോമീറ്റർ കുറഞ്ഞു വന്നിരിക്കുന്നത്. ഏത് മോഡലാണ്? ഹൈബ്രിഡ് ആണ് വണ്ടി. ഹൈബ്രിഡ് ആണ്, പെട്രോൾ ആണ്, ഫുള്ളി ഓട്ടോമാറ്റിക് ആണ്. കാരണം അത്രയും ഡീറ്റെയിൽ ആയിട്ട് പറയാൻ കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതിനെക്കുറിച്ച് ഇപ്പം ZXi പെട്രോൾ ആണെന്നും ZDi ഡീസൽ ആണെന്നും അറിയാൻ മേലാത്തവരുണ്ട്. പക്ഷേ പെട്രോൾ എഞ്ചിൻ മാത്രമേ ഇപ്പോൾ ഉള്ളൂ എന്ന് അറിയാം. എന്നാൽ പോലും അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇത് നമ്മൾ ബ്രിസ ഇപ്പം ചൂസ് ചെയ്തു. അപ്പോൾ നമ്മൾ ഈ വണ്ടി ഓടിക്കുമ്പോൾ നമുക്ക് ഫസ്റ്റ് നമ്മുടെ മനസ്സിലേക്ക് വരുന്നത് ബ്രിസയുടെ ഒരു പോസിറ്റീവ് എന്താണ് ശരിക്കും? ഫസ്റ്റ് വണ്ടിക്ക് ഹൈറ്റ് കൂടുതലുള്ളത് കൊണ്ട് നമുക്ക് റോഡ് വ്യൂ നല്ലതാണ്. നേരത്തെ എൻ്റെ കയ്യിലിരുന്ന വണ്ടി വെച്ച് നോക്കുമ്പോഴത്തേനും എനിക്ക് റോഡ് വ്യൂ കുറവായിരുന്നു. കാരണം ഫ്രണ്ട് എനിക്ക് കാണാൻ പറ്റത്തില്ല. ഇത് ചുറ്റും നമുക്ക് നല്ല വ്യൂ ആണ്. വണ്ടി ഓടിക്കാനായിട്ട് ഭയങ്കര കംഫർട്ടുമാണ്, സുഖമാണ്. ഹൈറ്റ് കൂടിയതിൻ്റെ വ്യത്യാസം, ആ ഒരു സുഖം കൂടുതലുണ്ട്. ഇത് പ്രത്യേകം ഒരു പില്ലോ എല്ലാം യൂസ് ചെയ്തിട്ടാണോ അത് ഇരിക്കുന്നത്? അല്ലാതെ ഇല്ല, നമുക്ക് ഇതിനകത്ത് സീറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ്മെന്റ് ഉണ്ട്. നമുക്ക് അതിന്റെ അതുപോലെ തന്നെ നമുക്ക് സ്റ്റിയറിംഗ് വേണമെങ്കിൽ ഒന്ന് ടിൽറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഓക്കെ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ശരിക്കും പറഞ്ഞാൽ ഇതിന്റെ വ്യൂ ആണ് അല്ലേ? റോഡ് വ്യൂ ആണ് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. ഈ വണ്ടി ഇപ്പം എടുത്തിട്ട് എന്തെങ്കിലും ഓൾട്രേഷൻസ് അങ്ങനെ എന്തെങ്കിലും ചെയ്തോ? എന്തെങ്കിലും എക്സ്ട്രാ ഫിറ്റിംഗ്സ് ചെറിയ രീതിയിൽ ചെയ്തിരിക്കുന്നേ ഉള്ളൂ, വലിയ കാര്യമായിട്ട് ചെയ്തിട്ടില്ല. എന്തൊക്കെ എക്സ്ട്രാ ഫിറ്റിംഗ്സ് ആണ് ചെയ്തിരിക്കുന്നത്? ഈ റെയിൻ ഗാർഡ് വെച്ചിട്ടുണ്ട്. പിന്നെ ഈ ഇങ്ങനെയുള്ള ഈ സൈഡിലുള്ള അത് മാത്രമേ വന്നു കഴിഞ്ഞാൽ വണ്ടി ഒന്ന് തട്ടിയാലും ഇതേലൊന്ന് വന്ന് തട്ടി വെച്ചിട്ട് ബോഡിയിൽ ടച്ച് ചെയ്യുള്ളൂ. ആ ഒരു കംഫർട്ട് ഓർത്ത് വെച്ചേ ഉള്ളൂ. ഓക്കെ. നമുക്ക് ബ്രിസയിൽ പോകുമ്പോൾ ഇപ്പൊ എനിക്ക് ഫുൾ ഓപ്ഷൻ ആയതുകൊണ്ട് 6 എയർ ബാഗ് ഉള്ള വണ്ടിയാണ്.
ആ ഒരു ധൈര്യം തോന്നിയിട്ടുണ്ടോ? ഞാനിരുന്ന് പോകുന്ന ഒരു നല്ലൊരു വണ്ടിയിലാണ്, നല്ല ക്വാളിറ്റിയുള്ള വണ്ടിയാണ്, ഇടിച്ചാലും എനിക്കൊന്നും ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല, അങ്ങനെ ഒരു ധൈര്യമുണ്ട്? അത് ഒരു വണ്ടി ഓടിക്കുമ്പോൾ ഒരു ഭയം എനിക്കില്ല. ഇല്ല, അത് ചെന്ന് കഴിഞ്ഞാൽ എവിടെയെങ്കിലും ചെന്ന് ഇടിച്ച് നിന്ന് കഴിഞ്ഞിട്ട് എനിക്ക് കിട്ടുള്ളൂ. ആ ഒരു ധൈര്യം എപ്പോഴും ഉണ്ട്. പിന്നെ പേടിയില്ല. ഇതിലൊരു വണ്ടി വരുമ്പം അത് ആദ്യമേ തൊട്ട് അങ്ങനെ ഒരു ഫീൽ വന്നിട്ടില്ല. അപ്പൊ എല്ലാവർക്കും പൊതുവെ പ്രശ്നം വരുന്നത് ഒരു പേടിയാണ് ഉള്ളിൽ. കാരണം പ്രത്യേകിച്ച് ലേഡീസിന് ഒരു ചെറിയ വണ്ടി ഓടിച്ചു പോയ ഒരാള് പെട്ടെന്ന് വലിയ വണ്ടിയിലേക്ക് വരുന്നു. അപ്പോൾ ആ സമയത്ത് നമുക്ക് തോന്നുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് എങ്ങനെ തട്ടുവോ ഇല്ലയോ എന്നല്ലേ, അങ്ങനെ ഒരു തവണ പോലും ആദ്യമേ തോന്നിയിരുന്നു ഇത് വണ്ടിക്ക് വലിപ്പം കൂടുതലാണ്, എന്നെ കൊണ്ട് പറ്റുമോ എന്നുള്ള ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. പക്ഷെ വണ്ടി എടുത്ത് റോഡിലേക്ക് ഇറങ്ങി ആദ്യ ദിവസം തന്നെ ഇറക്കി കഴിഞ്ഞ് കഴിഞ്ഞപ്പം ആ ഒരു പേടി അങ്ങ് മാറി. പിന്നെ ആദ്യത്തെ ആ സമയങ്ങളിൽ വണ്ടി അധികം സ്പീഡ് കൊടുക്കാതെ മാക്സിമം പുറകെ വരുന്ന വണ്ടിക്കാർക്കും ബുദ്ധിമുട്ടില്ല, മാക്സിമം നമ്മൾ ഒതുങ്ങി കുറേ ദിവസം അങ്ങനെ അങ്ങ് പോയി. പിന്നെ ഇപ്പം ആ പ്രശ്നമില്ല. വണ്ടിയായിട്ട് നമ്മളൊരു അടുപ്പമായതുകൊണ്ട് ആ ഒരു പ്രശ്നമില്ല. വലിപ്പം കൂടിയതിൻ്റെതായ ഒരു ബുദ്ധിമുട്ട് എനിക്ക് പിന്നീട് ഫീൽ ചെയ്തില്ല. ആദ്യത്തെ ഒരു 1-2 പ്രാവശ്യം ഉണ്ടായ ഒരു ഫീലിങ്സ് ഉണ്ടായിട്ടുള്ളൂ. അത് കഴിഞ്ഞ് അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല. ഒരു ഗ്രാൻഡ് ഐറ്റൻ എന്ന് പറഞ്ഞ വണ്ടി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഹാഷ് ബാക്ക് ചെറിയ വണ്ടിയാണ്. പക്ഷേ പെട്ടെന്ന് ബ്രസീലിലേക്ക് വന്ന സമയത്ത് നമുക്ക് വണ്ടി പാർക്ക് ചെയ്യാനുള്ള എന്തെങ്കിലും ബുദ്ധിമുട്ട്? പാർക്ക് ചെയ്യാനുള്ള ബുദ്ധിമുട്ട് നമുക്ക് വരുന്നില്ല. പക്ഷേ ടൗണിലൊക്കെ കയറുമ്പോഴത്തേക്കിനും പെട്ടെന്നൊന്ന് സൈഡ് ഒതുക്കി നിർത്തണം എന്ന് വെച്ചാൽ അത് നമുക്ക് ബുദ്ധിമുട്ടാണ്. പക്ഷെ ഒരു ബുദ്ധിമുട്ടായിട്ട് നമുക്ക് കൂട്ടാൻ പറ്റത്തില്ല. വണ്ടി വലിപ്പമുള്ളോ നോക്കിയാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അപ്പോൾ അതൊരു ബുദ്ധിമുട്ടായിട്ട് നോക്കാൻ പറ്റത്തില്ല. മറ്റേത് ചെറിയ വണ്ടി ആയതുകൊണ്ട് പെട്ടെന്ന് എവിടെയെങ്കിലും ഒന്ന് നിർത്തണം എന്ന് നോക്കിയാൽ സൈഡ് ഒതുക്കി നമുക്ക് നിർത്താം. ഇത് ആ ഒരു ബുദ്ധിമുട്ടുണ്ട്. അത് ബുദ്ധിമുട്ടായിട്ട് അംഗീകരിക്കാനും നമുക്ക് പറ്റത്തില്ല. ഓക്കെ, ശരി. ഇപ്പോൾ നമ്മൾ ചേച്ചി സ്ഥിരം വണ്ടി ഓടിക്കലാണ് കൂടുതൽ നേരം. എപ്പോഴേലും ഡ്രൈവറിൻ്റെ അപ്പുറത്തെ സൈഡിൽ ഇരുന്നിട്ടുണ്ടോ? അതുപോലെ തന്നെ ബാക്കിൽ ഇരുന്നിട്ടോ? അതിൻ്റെ കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്ന് പറയാം. അത് ലെഫ്റ്റ് സൈഡിൽ ഇരിക്കാൻ ഒരു ഇച്ചിരി ബുദ്ധിമുട്ടാണ്. ഇരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളെപ്പോഴും വണ്ടി എടുക്കുമ്പോൾ നമ്മൾ ഓടിച്ചുകൊണ്ട് നടക്കുന്ന ഒരാളാണ്. ലെഫ്റ്റ് സൈഡിൽ ഇരിക്കുമ്പോഴത്തേനും റൈറ്റ് സൈഡിൽ ഇരുന്ന ഒരാൾ ഓടിക്കുന്ന പെട്ടെന്ന് ഈ ബ്രേക്ക് ഔട്ടുക, നമ്മൾ ഓട്ടോമാറ്റിക്കലി അങ്ങ് ഡ്രൈവിംഗിലേക്ക് പോകും. അത് ഫ്രണ്ട് സീറ്റിൽ ലെഫ്റ്റ് സൈഡിൽ ഇരുന്നാലത്തെ ഒരു പ്രശ്നമാണ്. അത് അതേസമയം ഇതിൽ ഇരുന്ന് കഴിഞ്ഞാൽ കഴിയുന്നതും ബാക്ക് സൈഡിലേക്ക് ഇരിക്കും. ബാക്ക് സൈഡ് നല്ല കംഫർട്ടാണ്, പ്രശ്നമൊന്നുമില്ല. ബാക്ക് സീറ്റിൽ ഇരുന്ന് യാത്ര ചെയ്യുമ്പോൾ ഇപ്പം ഫ്രണ്ട്സ് അതുപോലെ ഫാമിലി ആയിട്ടുള്ള ആൾക്കാരൊക്കെ യാത്ര ചെയ്യുമ്പോൾ ചേച്ചിക്കും എങ്ങനെ തോന്നിയിട്ടുണ്ട്? അവരൊക്കെ എങ്ങനെ പറയുന്നത്? നല്ല കംഫർട്ടാണോ? എങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്? ഒലച്ചിലുണ്ടോ? അങ്ങനെ എന്തെങ്കിലും? ഇല്ല, ഇതുവരെ ആരും എൻ്റെ കൂടെ ഇരുന്നിട്ട് അങ്ങനെ ഒരു കുഴപ്പമുണ്ട് എന്ന് പറഞ്ഞിട്ടില്ല. അപ്പം ആദ്യമേ ഡ്രൈവിംഗ് തുടങ്ങിയ സമയത്ത് അത് പറഞ്ഞിട്ടുണ്ട്. അത് സ്വാഭാവികമാണ്, നമ്മളായി വരുന്നതേ ഉള്ളൂ. അത് കുറച്ച് നാളത്തേക്കിനും ഉണ്ടായിരുന്നു. ഇപ്പം ഇതിൽ കയറിയിട്ട് ആരും ഒട്ടും പറഞ്ഞിട്ടില്ല. നല്ലതായിട്ട് ഓടിക്കുന്ന എന്നുള്ള ഒരു കോംപ്ലിമെന്റാണ് കിട്ടിയിരിക്കുന്നത്. നല്ല കാര്യം. ഓക്കെ, അപ്പം എന്തായാലും നമ്മൾ വണ്ടി ഓടിച്ച് നമ്മൾ ഒരു യാത്രയൊക്കെ പോകുന്ന സമയത്ത് നമ്മളെ ഏറ്റവും കൂടുതൽ ബാധിക്കുന്ന ഒരു പ്രശ്നം, പ്രത്യേകിച്ച് മലയാളികളെ ബാധിക്കുന്ന ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ എന്താണ്? മൈലേജാണ്. അപ്പോൾ കമ്പനി പറയുന്ന മൈലേജ് എന്ന് പറയുന്നത് 19.2 ആണെന്ന് എനിക്ക് തോന്നുന്നു. എനിക്ക് തോന്നുന്നു 19 അവർ കൂളായിട്ട് പറയുന്നുണ്ട്. ഇപ്പോൾ എത്ര സർവീസായി വണ്ടിക്ക്? ഇപ്പോൾ വണ്ടി 3 സർവീസ് കഴിഞ്ഞു. 3 സർവീസ്. അപ്പോൾ ആദ്യത്തെ സർവീസിനൊക്കെ എന്നാ, ആദ്യത്തെ സർവീസ്, രണ്ടാമത്തെ സർവീസ്, മൂന്നാം സർവീസിനൊക്കെ എന്നാ കോസ്റ്റ് ആയിട്ടുണ്ടോ? ഒരു ഏകദേശം ഫിഗർ? അല്ലാതെ ഫ്രീ സർവീസ് ആയിരുന്നു. ഫ്രീ സർവീസ് ആയിരുന്നു. ₹1 മൂന്നാമത്തെ സർവീസ് വന്നപ്പോൾ ഓയിൽ ചേഞ്ച് വന്നിട്ടുണ്ട്. അതിൻ്റെ ഒരു ചെറിയ എമൗണ്ട് മാത്രമേ വന്നുള്ളൂ. 3 സർവീസ് കഴിഞ്ഞ വണ്ടിയാണ്. കമ്പനി മൈലേജ്, അതും സ്മാർട്ട് ഹൈബ്രിഡ് വണ്ടിയാണ്. സ്മാർട്ട് ഹൈബ്രിഡിനെ സംബന്ധിച്ച് ഞാൻ മനസ്സിലാക്കുന്നത് നോർമൽ ബ്രിസയിൽ നിന്നും ഏകദേശം ഒരു 90,000 to 1,00,000 രൂപയുടെ വ്യത്യാസം വരുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ ചേച്ചി ചൂസ് ചെയ്ത വണ്ടി സ്മാർട്ട് ഹൈബ്രിഡ് ആണ്, ഫുൾ ഓപ്ഷൻ ആണ്, ZXi+ ആണ്, വിത്ത് സൺറൂഫ് ഉള്ള മോഡൽ. ഇത്രയും ചൂസ് ചെയ്തു. 19 km/ലിറ്റർ ആണ് മൈലേജ് പറയുന്നത്. ചേച്ചിക്ക് എത്ര മൈലേജ് കിട്ടുന്നുണ്ട്? മൈലേജ് ടൗണിൽ 11.4 കിട്ടുന്നുള്ളൂ. 12 ലോങ്ങിൽ കഷ്ടിച്ച് 12 കിട്ടുന്നുണ്ട്. അതൊരു വലിയ ബുദ്ധിമുട്ടാണ്. കാരണം 19 മൈലേജ് ഉണ്ട് എന്നും പറഞ്ഞാൽ നമുക്ക് തന്ന വണ്ടിയാണ്. അത് മൈലേജ് നമുക്കൊട്ടും കിട്ടുന്നില്ല. അതൊരു വലിയ ബുദ്ധിമുട്ടാണ്. അതൊരു എന്നാ പറയുന്നത്, സങ്കടമാണ്. കാരണം നമുക്ക് 19 എന്ന് പറഞ്ഞാൽ അവർ ഉറപ്പിച്ച് പറഞ്ഞു തന്ന സാധനമാണ്. ചേച്ചിക്ക് അത് ഒരു മാരുതി ആൾക്കാരൊക്കെ നമുക്കറിയാം ഒരു സ്റ്റോൾ ഇങ്ങനെ ഇടും, ഇത് വണ്ടി ഡിസ്പ്ലേ ആയിട്ട് സ്റ്റോളുകൾ ഇടും. അവിടെ പോയി എന്തെങ്കിലും പറയണമെന്ന് തോന്നിയിട്ടുണ്ടോ എപ്പോഴും? പിന്നെ ഇത് അടിച്ചേൽപ്പിക്കുമല്ലോ നമ്മളെ സ്റ്റോളിട്ടിട്ട്. അപ്പോഴത്തേനും അവര് പറയുമ്പോൾ 19 പറയുമ്പോൾ അറ്റ്ലീസ്റ്റ് ഒരു 16 കിട്ടണ്ടേ? ലോങ് യാത്ര എന്ന് വെച്ച് കഴിഞ്ഞാൽ അറിയാം, നിങ്ങൾക്കിപ്പം ചേച്ചി റീസെൻ്റ് ആയിട്ട് അവിടെ ഒരു യാത്ര പോയ കാര്യങ്ങളൊക്കെ എന്നോട് പറഞ്ഞു. അവിടെയൊക്കെ പോകുമ്പോൾ ഇപ്പോൾ ചേട്ടന് വല്ലപ്പോഴും വണ്ടി എടുക്കലുണ്ട്. എപ്പോഴേലും ഒരു 16 കിട്ടിയ പറഞ്ഞിട്ടുണ്ടോ? ഇല്ല, ഇതുവരെ പറഞ്ഞിട്ടില്ല. ഇല്ല, ഈ കഴിഞ്ഞ ദിവസം കൂടെ പോയതാണ് ലോങ്. അപ്പോൾ എത്ര കിട്ടിയിട്ടുണ്ടായിരുന്നു? അന്നേരം 12 കഷ്ടിച്ച് കിട്ടുന്നു.
ഒരു വലിയ സങ്കടമാണ്, വലിയൊരു സങ്കടമാണ്, ഒരു നെഗറ്റീവാണ്. അത് നെഗറ്റീവാണ്. എൻ്റെ ഒപ്പം തന്നെ വണ്ടി എടുത്ത് ഈ ബ്രസ തന്നെ എടുത്ത മറ്റൊരു വ്യക്തിയുണ്ട്, എന്നെ ഇടയ്ക്കിടയ്ക്ക് വിളിക്കും, മൈലേജ് എത്രയായി എന്ന് ചോദിച്ചു. പുള്ളിക്കും ഇല്ല. അപ്പോൾ ഒരു സ്ഥിരം പ്രശ്നമാണ്. അപ്പം നിങ്ങൾ ആരെങ്കിലും ഇതുപോലെ ഈ ഒരു വിഷയം ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും താഴെ കമൻറ്റ് ചെയ്യുക. മാത്രമല്ല ബ്രസ ഉപയോഗിക്കുന്ന ആൾക്കാർക്കെല്ലാം ഈ വിഷ്വൽ ഒന്ന് ഉറപ്പായിട്ടും ഫോർവേഡ് ചെയ്യുക. നിങ്ങൾ ലേഡിയാണ് എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും വണ്ടി ഓടിക്കാൻ ഒരു ഭയം ഉള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ സ്മാർട്ടായിട്ട് വണ്ടി ഓടിക്കുന്ന ആൾക്കാർ അതിൻ്റെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യും. മാക്സിമം സോഷ്യൽ മീഡിയ, ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക്, നിങ്ങൾ എവിടെയാണോ ഈ വിഷ്വൽ കാണുന്നത് അതുവഴിയെല്ലാം ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ മാത്രമല്ല നിങ്ങൾ കമൻറ്റ് ചെയ്യുക, നിങ്ങൾക്കിത് മൈലേജ് കുറവ് ഉണ്ടായിട്ടുണ്ടോ എന്നുള്ള സാധനം. കാരണം കമ്പനി പറയുന്ന മൈലേജ് കിട്ടുന്നില്ല എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ മൈലേജിൻ്റെ കാര്യം നമ്മൾ പറഞ്ഞു. വേറെ എന്തൊക്കെയാണ് ശരിക്കും ഒരു നെഗറ്റീവായിട്ട് വേറെ എന്തെങ്കിലും ഫീൽ ചെയ്തിട്ടുണ്ട്? നെഗറ്റീവ് ഇപ്പോൾ വരുന്ന വണ്ടിക്കെല്ലാം സൺറൂഫ് വരുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ നമുക്കൊരു വേസ്റ്റ് ആണ്. സൺറൂഫിന്റെ ആവശ്യമില്ല. കാരണം നമ്മുടെ ഈ നാട്ടില് ഈ സൺറൂഫ് വെയിലുള്ള സമയത്ത് എടുക്കാൻ പറ്റത്തില്ല, തുറന്നു വെക്കാൻ പറ്റത്തില്ല. ഉള്ള പൊടി മുഴുവത്ത് മഴയത്തൊട്ടും പറ്റത്തില്ലല്ലോ. പിന്നെ നമ്മൾ എപ്പോഴും കിഴക്കൻ റൂട്ട് പോകുന്നില്ല. അങ്ങനെയൊക്കെ ഒരു ട്രിപ്പ് പോകുന്ന ഒരു സമയത്ത് ജസ്റ്റ് ഒന്ന് എൻജോയ് ചെയ്യാൻ ഒരു ഇച്ചിരി സമയം ഒന്ന് ഉയർത്തി വെക്കാന്നല്ലാണ്ട്, എന്നാലും മഞ്ഞൊക്കെ ഉള്ള ഒരു സമയമാണ്, അതും പറ്റത്തില്ല. ഓക്കെ, അപ്പം അതൊരു ഇപ്പൊ ഇറങ്ങുന്ന വണ്ടിക്കെല്ലാം സൺറൂഫ് ഉണ്ട്. പക്ഷെ ഒരു മോഡേൺ ഒരു ഫ്യൂച്ചറിസ്റ്റിക് ഒരു സംഭവമായിട്ട് മാത്രം കരുതാന്നല്ലാതെ പർപ്പസും ഇല്ല. ഓക്കെ, ഇനിയിപ്പം നമ്മളിപ്പോൾ വണ്ടി യാത്ര ഓടിച്ചിങ്ങനെ പോവുകയാണ്, അത് ഗ്രാൻഡ് ഐറ്റൻ ഉപയോഗിക്കുന്ന ആളാണ്. വണ്ടി ഓടിച്ചു പോകുന്ന സമയത്ത് നമ്മൾ ഒരു ലാഗ് എവിടെയെങ്കിലും ഫീൽ ചെയ്തിട്ടുണ്ടോ? പെട്ടെന്ന് ഒരു ലോറി ഇങ്ങനെ നിൽക്കുകയാണ്, ചേച്ചി വണ്ടി ഇങ്ങനെ പോവുകയാണ്, പെട്ടെന്ന് ഓവർടേക്ക് ചെയ്യാൻ ശ്രമിക്കുകയാണ്. ആ സമയത്ത് എപ്പോഴേലും ഒരു ധൈര്യക്കുറവ് തോന്നിയിട്ടുണ്ടോ? അങ്ങനെ തോന്നിയിട്ടില്ല. എനിക്ക് കംഫർട്ടാന്ന് തോന്നിയാലേ ഞാൻ ഓവർടേക്ക് ചെയ്യുള്ളൂ. അപ്പോൾ ആ ഒരു ലാഗ് ചേച്ചിക്ക് ഫീൽ ചെയ്തിട്ടില്ല. അപ്പം ഒരുപക്ഷെ കാരണം പല ആൾക്കാരും ഒരു നെഗറ്റീവായിട്ടൊരു ലാഗിൻ്റെ കാര്യം പറയുമ്പോഴും, പക്ഷെ ഒരു ലേഡീസിൻ്റെ ഒരു ഡ്രൈവിംഗ് ഒരു പാറ്റേൺ അനുസരിച്ച് ആ ഒരു പ്രശ്നം വരുന്നില്ല അല്ലേ? ഇല്ല, കാരണം നമ്മൾ എത്രയും കംഫർട്ടായിട്ട് ഓവർടേക്ക് ചെയ്യാൻ പ്രത്യേകിച്ച് ലേഡീസ് ശ്രമിക്കത്തുള്ളൂ. അതെ, കയറി പോകാന്നുള്ള ഉറപ്പുള്ള സിറ്റുവേഷൻ നമ്മൾ കയറി പോകുള്ളൂ. അത്രയും ശ്രദ്ധിച്ചാണ്. അപ്പം അതുപോലെ തന്നെ ഇപ്പം നമ്മുടെ ബ്രസയെ സംബന്ധിച്ചറിയാം, 2024 ബ്രസയാണ്. നമുക്ക് വണ്ടിയുടെ ആ ഒരു 1.5 ലിറ്റർ എഞ്ചിനാണ്, 102 BHP പവറും അതുപോലെ 132 ന്യൂട്ടൺ മീറ്റർ ടോർക്കും വരുന്നൊരു വണ്ടിയും കൊണ്ടാണ്. അപ്പോൾ ഇത്രയും ഒരു പവറുള്ളൊരു വണ്ടിയും കൊണ്ടാണ്. എന്നാൽ പോലും നമുക്ക് ആ ഒരു എന്താ പറയുക, ചിലവർ ലാഗിൻ്റെ ഒരു വിഷയങ്ങൾ പറയുന്നുണ്ട്. പക്ഷേ ഇതിനകത്ത് ആ ഒരു ലേഡീസിനെ സംബന്ധിച്ച് അങ്ങനെ ഒരു പ്രശ്നം വരുന്നില്ല എന്നുള്ളതാണ്. ഇപ്പോൾ ഇത്രയും നാളെ യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് എപ്പോഴേലും ഒരു പ്രശ്നം വന്നിട്ട് നമുക്ക് ഒരു സർവീസ് സെന്ററിൽ കയറേണ്ട ഒരു അവസ്ഥ വന്നിട്ടില്ല? ഇതുവരെ ഒന്നും വന്നിട്ടില്ല. ഓക്കെ, നമുക്ക് ധൈര്യമായിട്ട് എത്ര ലോങ് ആണെങ്കിലും വണ്ടി കൊണ്ടുപോകാം. വഴിയിൽ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാകും എന്നുള്ള ഒരു ഭയപ്പാടിന്റെ ആവശ്യമില്ല. നമ്മൾ മാക്സിമം ഇതിനകത്ത് എത്ര പേരെ ഉൾക്കൊള്ളിച്ച് പോയിട്ടുണ്ട് ശരിക്കും? ഇതില് 6 പേരെ ഉൾക്കൊള്ളിച്ച് പോയിട്ടുണ്ട്. 6 പേരെ ഉൾക്കൊള്ളിച്ച് അത് ലോങ്ങാ പോയത്. എവിടെ പോയി? അത് കമ്പം വരെ പോയി വന്നു. ആണോ? 6 പേരെ ഇരുത്തി പോയി അല്ലേ? അപ്പൊ ഒരാള് കൊച്ചാന്ന് പറഞ്ഞാലും 14 വയസ്സുള്ള ഒരാളെ കൊച്ചായിട്ട്, അതൊരു ആൺകുട്ടിയാണ്. ഓക്കെ, അപ്പൊ അതൊരു കൊച്ചായിട്ട് കൂട്ടാൻ നമ്മൾ പുറകെ 4 പേര് ഇരിക്കാന്ന് പറഞ്ഞാൽ കുറഞ്ഞ ഒരു 4 പേര് ബാക്കിലിരുന്നു, ഡ്രൈവറും കോ ഡ്രൈവറുമായിട്ട് ഇരുന്ന് പോയി. ഓക്കെ, അടിപൊളി. പിന്നെ നമ്മളൊരു ദൂരെ യാത്ര പോവുകയാണ്, നമുക്ക് ഉറപ്പായിട്ടും നമുക്ക് ലഗേജ്, ബാഗ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അത് നമുക്ക് ബാക്കി വെക്കാനായിട്ടുള്ള സൗകര്യം തൃപ്തിയാണ്. ഡിക്കി സ്പേസ് നല്ലതായിട്ടുണ്ട്. ഓക്കെ, പിന്നെ ഒരു യാത്ര ചെയ്യുമ്പോൾ അതുപോലെ തന്നെ ഒരു സംഭവമാണ് നമുക്ക് ഒരു മ്യൂസിക്. നമുക്കൊരു നല്ലൊരു മ്യൂസിക്, കാരണം ഫുൾ ഓപ്ഷൻ വണ്ടിയാണ്. മാരുതിയുടെ തന്നെ സിസ്റ്റം ഇതിനകത്ത് കിട്ടുന്നുണ്ട്. മൊബൈലായിട്ട് കണക്ട് ചെയ്യാൻ പറ്റും. വയർലെസ് ചാർജിങ് ഒക്കെ ഉണ്ടോ? ഉണ്ട്, വയർലെസ് ചാർജിങ് എല്ലാം ഉണ്ട്. എല്ലാ സൗകര്യങ്ങളും അതുണ്ട്. ചേച്ചിക്ക് ഇഷ്ടമുള്ള മനസ്സിൽ പെട്ടെന്ന് വരുന്ന കുറച്ച് ഫീച്ചേഴ്സിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? എന്തൊക്കെയാണ്? അത് പാട്ട് കേട്ട് പോകാൻ സിസ്റ്റം നല്ല സിസ്റ്റമാണ്. കാരണം അതിൽ നമുക്കൊന്ന് ചേഞ്ച് ചെയ്ത് വെക്കണം എന്നുള്ള ഒരു ചിന്ത വന്നിട്ടില്ല. ഓക്കെ, സൗണ്ട് ആണേലും ബാസ് ആണേലും അതൊക്കെ നല്ല സുഖമാണ്. ഓക്കെ, പിന്നെ നമുക്ക് മൊബൈൽ ചാർജ് ചെയ്യാം, ബ്ലൂടൂത്ത് കണക്ട് ചെയ്യാം. എപ്പോഴേലും അതിങ്ങനെ ഒരു ഇടയ്ക്ക് നിന്ന് പോവുകയോ അങ്ങനെയുള്ള എന്തെങ്കിലും പ്രശ്നമില്ല. പിന്നെ മാത്രമല്ല നമുക്ക് ഗൂഗിൾ മാപ്പ് ഒക്കെ ഇട്ട് എപ്പോഴേലും മാപ്പിട്ട് പോകുന്ന സമയത്ത് എവിടെ വെച്ചാലും നിന്ന് പോയിട്ടുണ്ടോ? എന്ന് വെച്ചാൽ മാപ്പ് കട്ടായി പോയില്ല, നമുക്ക് കറക്റ്റ് ആയിട്ട് കിട്ടുന്നുണ്ട്, അറിയാൻ പറ്റുന്നുണ്ട്. ഓക്കെ, അപ്പോൾ പിന്നെ മാത്രമല്ല നമുക്കൊരു യാത്രയിൽ പ്രധാനമാണ് എ സി കൂളിംഗ്. അതിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? AC നല്ല കൂളിംഗ് ആണ്. കൂളിംഗിന് ഒരു വ്യത്യാസം വരുമോന്നും ചെയ്തിട്ടില്ല. ബാക്കിലിരിക്കുന്നവർ എപ്പോഴും ഞാൻ ചോദിക്കാറുണ്ട്, പുറകിൽ ആളിരിക്കുമ്പോൾ കൂളിംഗ് ഉണ്ടോ എന്ന്. നല്ലതായിട്ട് കൂളിംഗ് ഉണ്ട്. വെന്റും കൂടെ ഉണ്ട് അല്ലേ? അപ്പോൾ ആ വെന്റ് ഉള്ളതുകൊണ്ട് തന്നെ അവർക്ക് നല്ല കൂളിംഗും കിട്ടുന്നുണ്ട്.
ഓക്കെ. ഇപ്പം പൊതുവെ ലേഡീസ് വണ്ടി ഓടിച്ച് കൊണ്ടുപോകുന്ന ഞാൻ കണ്ടിട്ടുള്ളത് പൊതുവെ ഹാഷ് ബാക്ക് വണ്ടികളാണ്, ചെറിയ വണ്ടികളാണ്. അങ്ങനെ വലിയ വണ്ടികൾ ഞാൻ അത്ര ശ്രദ്ധിക്കപ്പെട്ടിട്ടില്ല. അപ്പോൾ പൊതുവെ എങ്ങനെയാണ് നമുക്ക് ഈ വണ്ടി ഓടിച്ച് പോകുമ്പോൾ ലേഡീസിന് ആ ഒരു വലിയ വണ്ടി ഓടിക്കാൻ എങ്ങനെ ധൈര്യമായിട്ട് ലേഡീസ് വലിയ വണ്ടി ഓടിക്കണം എന്നാണ് ഞാൻ പറയുന്നത്. കാരണം ഇപ്പം വലുത് ഉപയോഗിച്ചതിൻ്റെ ഒരു അനുഭവത്തിൽ പറയുകയാണ്. ചെറിയ വണ്ടി ഓടിക്കുന്നതിലും എപ്പോഴും കംഫർട്ടും സുഖവും വലിയ വണ്ടിയാണ്. പിന്നെ നമുക്ക് ഈ ചെറിയ സ്ഥലത്തൊക്കെ ഒന്ന് പാർക്ക് ചെയ്യാന്നുള്ള ആ ഒരു ബുദ്ധിമുട്ടേ വരുന്നുള്ളൂ. ലേഡീസ് പൊതുവെ എല്ലാവരും തന്നെ വലിയ വണ്ടിയിലേക്ക് മാറണമെന്നാണ് ഞാൻ പറയുന്നത്. അപ്പോൾ എല്ലാവർക്കും ഒരു ഇൻസ്പിറേഷൻ കൂടെയാണ്. കാരണം ചെറിയ വണ്ടിയിൽ നിന്ന് വന്ന് നേരത്തെ ഉപയോഗിച്ചത് ഗ്രാൻഡ് ഐറ്റൻ ആണ്, അതിൽ നിന്ന് ബ്രിസയിലേക്ക് വന്നു. അപ്പോൾ ഇപ്പം ധൈര്യമായിട്ടാണ് അല്ലേ. ഇനിയിപ്പം പെട്ടെന്ന് ഒരു ഗ്രാൻഡ് ഐറ്റനിലേക്ക് പോകുമ്പോൾ ഒരു ബുദ്ധിമുട്ട്, ചെറിയ വണ്ടി ഒന്ന് ഓടിച്ചു, പക്ഷെ അപ്പൊ അത് പെട്ടെന്ന് ഒരു ചെറിയ വണ്ടിയിലേക്ക് മാറേണ്ട ഒരു ബുദ്ധിമുട്ട് തോന്നിട്ടുണ്ട്. ഓടിക്കുമ്പോഴത്തേന് നമുക്ക് ഒരു എന്തോ ഒരു അസ്വസ്ഥത ഫീൽ ചെയ്യുന്നുണ്ട് ചെറിയ വണ്ടിക്കകത്ത് കയറുമ്പോഴത്തേനും. ലേഡീസിനോട് പറയാനുള്ളത് ശരിക്കും ആ തുടക്കത്തെ ഒരു പ്രശ്നമുള്ളൂ. തുടക്കത്തെ ഒരു ആദ്യം പെട്ടെന്ന് നമ്മൾ വലിയ വണ്ടിയിലോട്ട് കയറിയതിൻ്റെതായ ഒരു ബുദ്ധിമുട്ട് സ്വാഭാവികമായിട്ട് വരും. വലിയ വണ്ടിയാണല്ലോ, നമുക്ക് റോഡുമായിട്ട് ഒരു ഇതായിട്ടില്ല, വണ്ടിയുടെ ആ ഒരു വലിപ്പവും കാര്യങ്ങളും ഒരു ഐഡിയ വന്നിട്ടില്ല, അതിൻ്റെതായ ഒരു ബുദ്ധിമുട്ടേ വരുന്നുള്ളൂ. അതൊരു കൊണ്ട് മാറും. എനിക്കൊരു 3-4 ട്രിപ്പ് എടുത്തു കഴിഞ്ഞപ്പോൾ അതങ്ങ് മാറി. 3-4 തവണ ഓടിച്ചു കഴിഞ്ഞപ്പോൾ അതങ്ങ് മാറി. ആദ്യത്തെ ദിവസം എടുത്തപ്പോൾ ഒരു ഇച്ചിരി പേടിച്ചാ കൊണ്ടുപോയത്. ഓക്കെ. കാര്യങ്ങൾ ഇത്രയൊക്കെ ആയാൽ പോലും വണ്ടി ഇപ്പം നമുക്ക് എത്ര ഓൺ റോഡ് പ്രൈസ് ആയിട്ടുണ്ട്? ഓൺ റോഡ് പ്രൈസ് 17 ലക്ഷം രൂപയായി. 17 ലക്ഷം രൂപ. അപ്പോൾ അന്ന് ഈ റെഡ് കളറിന് പ്രത്യേക എക്സ്ട്രാ എമൗണ്ടോ അങ്ങനെ വല്ലതും ആയ? റെഡിന് എക്സ്ട്രാ ഒന്നും ആയില്ല. വേറെ കളറിന് എന്തോ ബ്ലാക്ക് കളറിന് കുറച്ചും കൂടെ കൂടുതൽ വരുന്നുണ്ട്. ഓക്കെ. ഈ ഡ്യുവൽ ടോൺ ആയതുകൊണ്ട് എനിക്ക് തോന്നുന്നു അല്ലേ. മറ്റേ വണ്ടിയൊക്കെ ഇച്ചിരി വ്യത്യാസം ഉണ്ട്. ഓക്കെ. അപ്പം ടോട്ടൽ 17 ലക്ഷം രൂപയാണ് ആയിരിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ എനിക്ക് തോന്നുന്നു പുതിയ GST മാറ്റങ്ങളനുസരിച്ച് എമൗണ്ട് വ്യത്യാസം വന്നിട്ടുണ്ട്. അപ്പം കൂടുതലായിട്ട് നിങ്ങൾ അതിൻ്റെ ഡീറ്റെയിൽ അറിയാനായിട്ട് താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ ഇപ്പോഴത്തെ വില അറിയാം. അപ്പോൾ അതുപോലെ തന്നെ നിങ്ങൾ ഇതുപോലെ റിവ്യൂസ് തരാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും താഴെ കാണുന്ന എൻ്റെ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക, വിളിക്കുക. ഞാൻ നിങ്ങളുടെ അടുത്ത് വന്നിട്ട് വീഡിയോ ചെയ്യുന്നതാണ്. സോ ഇന്ന് നമ്മൾ കാണിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ലേഡി ഡ്രിവൺ വണ്ടിയാണ്. അപ്പോൾ ആ ഒരു വണ്ടിയുടെ ഫുൾ റിവ്യൂ ആണ് നമ്മൾ ഇന്ന് നിങ്ങളുടെ അടുത്തേക്ക് എത്തിച്ചത്. ഉറപ്പായിട്ടും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ആദ്യമായിട്ടാണ് നിങ്ങൾ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഇതൊന്ന് നിങ്ങൾ ഒന്ന് ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ ഒരു ഇതിലാക്കി വെക്കുക. അതുപോലെ തന്നെ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പം താങ്ക്സ് പറയുകയാണ് ചേച്ചിയോട്. താങ്ക് യു സോ മച്ച്. അപ്പോൾ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പറഞ്ഞു തന്നതിന്. അപ്പം എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു വണ്ടിയും കൂടെയാണ് നമ്മുടെ ബ്രിസ. സീ ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. ബൈ ബൈ ഫ്രം കൃഷ്മച്ച.